ഓം നമ ശിവായ. ഉമാരുദ്രാത്മിക സർവ പ്രജാസ്ഥാവര ജംഗമ വ്യക്തം സർവം ഉമാരൂപ അവ്യക്തം തു മഹേശ്വരം. സാക്ഷാൽ മഹാദേവനെ ഇത്ര സുന്ദരമായി രുദ്രഹൃദയോപനിഷത്തില് പറഞ്ഞിരിക്കണമെന്ന് നോക്കുക. അതിൽ പറയുന്നു ഉമാരുദ്രാത്മിക സർവ, സൃഷ്ടിയിലുള്ളതായിരിക്കുന്ന പുരുഷരൂപങ്ങൾ. സൃഷ്ടിയിൽ ആകെ രണ്ട് ജാതിയേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഒന്ന് ആണും ഒന്ന് പെണ്ണും. രണ്ട് വിഭാഗമേ ഉള്ളൂ, ആണും സ്ത്രീയും പുരുഷനും. ഈ ലോകത്തിൽ കാണുന്നതായിരിക്കുന്ന സമസ്ത പുരുഷ സങ്കല്പങ്ങളെയും കൽപ്പിച്ചിരിക്കുന്നത് സാക്ഷാൽ ശിവനായിട്ടും സമസ്ത സ്ത്രീ സങ്കല്പങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സാക്ഷാൽ ഉമ്മയാംബികയായിട്ടും അഥവാ പാർവതിയായിട്ടും. ഈ കാണുന്നതായിരിക്കുന്ന സമസ്ത പ്രപഞ്ചത്തിലെയും സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ള പ്രജാസ്ഥാവര ജംഗമം സമസ്തത്തിലും ഉള്ളതായിരിക്കുന്നതിനെ ഗൗരി ശങ്കരന്മാരായി കണ്ടിരിക്കുന്നു. വ്യക്തം സർവം ഉമാരൂപ, സർവത്തിനെയും നമ്മുടെ കണ്ണുകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നത്, അനുഭവിക്കുന്നത്, അതൊക്കെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് മായ. ഇല്ലേ? ഉണ്ട് ഇല്ല എന്നുള്ളതിനെയൊക്കെ തന്നെ എപ്പോഴും സൂചിപ്പിക്കുന്നത്, ഉണ്ട് ഇല്ല എന്നൊക്കെ ഉള്ള രീതി. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കാണുന്നതിനെയൊക്കെ തന്നെ എന്തായി കൽപ്പിച്ചിരിക്കുന്നു? സാക്ഷാൽ മഹാമായ അഥവാ ഹിമഗിരി നന്ദിനിയായിരിക്കുന്ന ശ്രീ പാർവതി. ശേഷം പറയുന്നുണ്ട് അവ്യക്തം തു മഹേശ്വരം. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം തന്നെ ആത്മാവായി അന്തരാത്മാവായി വർത്തിക്കുന്നവനെയാണ് സാക്ഷാൽ മഹേശ്വരൻ എന്ന് വിളിക്കുക. ആ മഹേശ്വര ഭാവത്തിനെ ഏത് വിധത്തിൽ നമ്മൾ ചിന്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിർവചനീയമാണ്. നമശിവായ എന്ന മഹാമന്ത്രം കൊണ്ട് ലോകത്തിന്റെ സ്പന്ദനത്തെ പ്രകീർത്തിച്ചു. പഞ്ചഭൂതങ്ങൾ, പഞ്ച ഇന്ദ്രിയങ്ങൾ, 5 പ്രാണൻ, 5 കർമ്മ ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം സമന്വയിപ്പിക്കപ്പെട്ടപ്പോൾ ആ ഭാവസങ്കല്പത്തിനെ നിരൂപിച്ചതാണ് നമശിവായ. മന്ത്രങ്ങളിൽ വെച്ച് 1-ാം മന്ത്രം നമശിവായ എന്ന് പറയാറുണ്ട്. നമശിവായ ആദിയായ അക്ഷരങ്ങൾ കൊണ്ട് ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നുദിപ്പതിന് അനുഗ്രഹിക്കവാണിയും നമശിവായ പാർവതീശ പാപനാശനാഹരേ. സുന്ദരമായി വീണ്ടും കൊടുത്തിട്ട് നമ്മൾ തിരുവാസകത്തിൽ നോക്കുമ്പോൾ നമശിവായ വാഴുക, നാഥൻ താൽ വാഴുക, ഇമൈപ്പതും എന്നഞ്ചിൽ നീങ്കാ താൽ വാഴുക, കോൺകഴിയാകി നിന്റെ ഗുരുമനിതൻ താൽ വാഴുക. സുന്ദരമായി അങ്ങനെയും പോകുന്നു. ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഈ നമശിവായ മന്ത്രത്തെ എത്രയും നമുക്ക് ജപിക്കാൻ സാധിക്കുമോ അത്രയും ജപിക്കുക. പലപ്പോഴും പലരുടെയും വിചാരം ഈ നമശിവായ എന്ന മഹാമന്ത്രം എന്തോ സാധാരണക്കാരൊക്കെ ജപിക്കുന്ന ഒരു മന്ത്രമാണ്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, അല്ലെ ഇതിന് ഇത്ര എഫക്റ്റ് ഇല്ല. പലപ്പോഴും ആളുകൾക്ക് തെറ്റിദ്ധാരണകളാണ്. ഇതിനേക്കാൾ വലിയ കടുകട്ടിയുള്ളത്, അല്ലെ അപ്പുറത്തിരിക്കുന്ന ആള് കേട്ടുകഴിഞ്ഞാൽ പേടിക്കുന്നത്, ഇതൊക്കെയാണ് മനസ്സിലെ സങ്കല്പം. സജ്ജനങ്ങളെ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, നമശിവായയിൽ സമസ്തത്തിനെ മടക്കിയിട്ടുണ്ട്. നമശിവായയിൽ ഉൾക്കൊള്ളാത്തതൊന്നും തന്നെ ഇല്ല. കാരണം അദ്ദേഹത്തിനെ മാത്രമാണ് വിളിച്ചത് മഹാദേവൻ, സർവേശ്വരൻ എന്നൊക്കെ നാമധേയം കൊണ്ട്. എല്ലാ ദേവന്മാർക്കും ദേവനായിരിക്കും. നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ ചെറുപ്പകാലത്തിലേക്കൊക്കെ നോക്കുമ്പോൾ പല കഥകളിലും നോവലുകളിലും ഒക്കെ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കാരണം ഭഗവാൻ കൃഷ്ണൻ ശിവപൂജ നടത്തിയവനാണ്, ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ബ്രഹ്മപുരീശ്വരം എന്ന ക്ഷേത്രമുള്ളത്. ഭഗവാൻ കൃഷ്ണനാൽ പൂജിക്കപ്പെട്ട മൂർത്തിയാണ് തമിഴ്നാട്ടിൽ ശീർകാഴി എന്നതായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരൻ. ഹാലാസ്യ വിഷം കുടിച്ച് ത്യാഗമനുഷ്ഠിച്ചവനായതുകൊണ്ടാണ് തിരുവാരൂരിൽ സാക്ഷാൽ ഭഗവാനെ ത്യാഗരാജൻ എന്ന് വിളിക്കുക. ലോകത്തുള്ള എല്ലാ സൗന്ദര്യങ്ങളുടെയും മൂർത്തിമത് ഭാവമായതുകൊണ്ടാണ് മധുരയിൽ ഇരിക്കുന്ന സാക്ഷാൽ രുദ്രനെ സുന്ദരേശ്വര എന്ന് ലോകം വിളിച്ചത്. അതുകൊണ്ട് ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും വലിയ സമ്പത്തുള്ളവൻ, എല്ലാത്തിൻ്റെയും അധിപതി, അങ്ങനെയുള്ള സർവേശ്വരനെ സ്തുതിക്കുക. ഏത് അറ്റം വരെ പോയാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അവന്റെ തിരുനെറ്റിയില് വെണ്ണീറാകാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഹിന്ദുക്കളുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുക. ഒടുക്കം കാശി എന്നതായിരിക്കുന്ന ഏറ്റവും ആപ്തവാക്യ, അല്ലെ ഏറ്റവും വലിയ പ്രമാണമായിരിക്കുന്ന മന്ത്രത്തെ, അല്ലെ സങ്കല്പത്തെ നമ്മുടെ പൂർവികർ നമുക്ക് തന്നതും അതുകൊണ്ട് തന്നെ. അഗ്നിയിലേക്ക് എന്ത് പോയാലും ശുദ്ധീകരിച്ചു തരും. അത് തന്നെയാണ് ശിവനും. ശിവനാണ് അഗ്നി, ശിവനിൽ അടങ്ങാത്തതല്ല അഗ്നി. ശിവൻ തന്നെ അഗ്നി ആയതുകൊണ്ട് തന്നെ അവനെ അരുണാചലേശ്വര എന്ന് വിളിച്ചു. രാമനാൽ പൂജിക്കപ്പെട്ടവനായതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ചു രാമേശ്വര എന്ന് വിളിച്ചു. സമസ്ത ദേവന്മാരാലും പൂജിക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാദേവനാകുന്നു. അങ്ങനെയുള്ള മഹാദേവൻ നമ്മുടെ കൂടെ ഇല്ലാതെ ഇരിക്കുമോ? നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയിൽ അഥവാ ശ്രീ കൈലാസത്തിൽ
ജഗതീശ്വരനായിരിക്കുന്ന ശങ്കരൻ നമ്മളോടൊപ്പം. ശങ്കരന്റെ പാദത്തിൽ അനന്തഭക്തി ഉണ്ടാവട്ടെ, അചഞ്ചലമായിരിക്കുന്ന ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ.